ഇപ്പോഴൊക്കെയാണ് കുറച്ചായിട്ടല്ലേ ഉള്ളൂ ആളുകളുടെ BDSM അല്ലെങ്കിൽ പെയിൻ ഇൻഫ്യൂസ് ചെയ്തിട്ട് ഉള്ള ആനന്ദങ്ങളെ പറ്റിയിട്ടൊക്കെ ഡാർക്ക് ഫാൻറ്റസി ഈ ഏരിയകളെ പറ്റിയൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ്, ഈ ഒരു ഏരിയയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പറ്റിയുള്ള വായനയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എബ്രിഷനോടുള്ള ചർച്ചയോ അതിൽ ഫണ്ണും കൂടി ഉണ്ടാക്കണമല്ലോ. അയാൾ ഭയങ്കര സീരിയസ് ആണ്, നമുക്കാണ് അത് ഫൺ. അയാൾ ഭയങ്കര കാര്യമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയൊരു സംസാരം ഉണ്ടാവാറുണ്ടോ? ഈ സിനിമയുടെ കേസാണെങ്കിൽ ഇതിൽ എബ്രിഡ് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു എന്താണ് വേണ്ടത്. അതിൽ നിന്ന് എന്ത് കണ്ടോ അത് മുഴുവൻ എബ്രിഡ് ഷൈൻ എനിക്ക് പറഞ്ഞു തന്നത് തന്നെയാണ്. ഇന്ന ഈ മീറ്ററിൽ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് തന്നെയാണ്. പിന്നെ നമ്മളാണല്ലോ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അതാണല്ലോ നടന്റെ വലിയ ഒരു പെർഫോമറിന്റെ ഏറ്റവും വലിയ ചലഞ്ചും അതാണ്. ഇവരെത്രയോ കാലമായി ആലോചിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടിയെ ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ കറക്റ്റായിട്ട് ചെയ്യാന്ന് പറയുന്നതാണല്ലോ നടന്ന ടെക്നീഷ്യന്റെ പണി. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കൃത്യമായിട്ട് കേട്ടിരുന്നു. പിന്നെ ഈ ഡിസ്കഷനാണെങ്കിൽ ശരിക്കും പൊതുവേ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഞാൻ നല്ലപോലെ ആലോചിക്കുകയും കിട്ടാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം സിനിമയിൽ അല്ലെങ്കിൽ തന്നെ എനിക്കുണ്ട്. പിന്നെ ബേസിക്കലി നമ്മളൊക്കെ ഭയങ്കര പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ലോകത്താണല്ലോ ജീവിക്കുന്ന വിഷ്ണു. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒത്തിരി ഒഫൻസ് ഒക്കെ ഉണ്ടാവും. പ്രധാനമായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചോ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ചോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്നും അല്ല നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം ആരോഗ്യമുള്ളതാണ്, ഈ പോക്ക് പോയാൽ എത്ര നാൾ നമുക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നുള്ള വെള്ളം കിട്ടുന്നുണ്ടോ, വെള്ളം മലിനമാണോ, ശ്വസിക്കുന്ന അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷൻ അല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചാൽ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ എന്നെ ശകാരിച്ചോട്ടെ, എന്നാലും ഞാൻ പറയാണ്, ഭർത്താവും ഭാര്യയും രാത്രിയിൽ എല്ലാ തിരക്കും കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ആ ലൈറ്റങ്ങ് ഓഫ് ചെയ്തേക്കടി എന്ന് പറയുന്ന ഭർത്താക്കന്മാരാണ് ഒരു വലിയ ശതമാനവും. ഇനി എങ്ങാൻ ഭർത്താവ് മറന്നുപോയെങ്കിൽ, ആ വെപ്രാളത്തിൽ മറന്നുപോയെങ്കിൽ പിള്ളേർ കാണും ലൈറ്റ് ഓഫ് ചെയ്യേ എന്ന്. ഈ ലൈറ്റ് ഓഫ് ചെയ്യലാണ് നമ്മുടെ ഇരുട്ടിലാണ് നമ്മുടെ എല്ലാ രതിസങ്കല്പങ്ങളും പൂർത്തിയാകുന്ന. രതിസങ്കല്പമായിക്കോട്ടെ, നമ്മുടെ സ്വകാര്യത എല്ലാം ഇരുട്ടിലാണ് എന്നാണ്. നമ്മൾ ഇരുട്ടത്ത് വേണം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഒരു പെർഫോമർ, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അതൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആഗ്രഹം എനിക്കുണ്ട്. കുറേ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഫേക്കാണ്, നമ്മൾ വളരെ പ്രിട്ടൻഷ്യസ് ആണ്, നമ്മളെല്ലാവരും ആണ്. നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊന്നും അല്ല നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാം പറയണമെന്നല്ല അവിടെ ഞാൻ പറയുന്നത്. ചില ഇടങ്ങളിൽ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ഭാരക്കുറവും ഒക്കെ നമുക്കുണ്ട്. പല പ്രശ്നങ്ങളും അതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറേ ഇടത്തെങ്കിലും നമ്മളൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിരുന്നാൽ. എല്ലായിടത്തും എന്നല്ല ഞാൻ പറയുന്നത്, കൃത്രിമങ്ങളുടെ ലോകത്ത് കൃത്രിമങ്ങൾ വേണം. അപ്പോൾ അതിന് ഈ സിനിമയിൽ നമ്മൾ പറയുന്നതും അങ്ങനെ പെട്ടെന്നൊരാളും ആലോചിക്കാത്ത സ്പാ എന്ന സമ്പ്രദായത്തെ പറ്റി പോലും നമുക്കറിയില്ല. സ്പാ എന്ന് കേൾക്കുമ്പോഴേ നമ്മളതിനെ മറ്റു രീതിയിലാണ് കാണുക. കാരണം നമുക്ക് ഫുക്കറ്റിനെ കുറിച്ചും തായ്ലൻഡിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ വളരെ ആക്ഷേപത്തോടെ കാണുക. സ്പാ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മറിച്ച് ഉരുച്ചിലിനെ കുറിച്ചും തിരുമലിനെ കുറിച്ചും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അവിടെയും നമ്മൾ തുണിയിലാണ്ട് ഒരു ലങ്കോട്ടി മാത്രം എടുത്തിട്ട് പോയി കിടക്കുക. എനിക്കിത് പറയാൻ മറ്റാരേക്കാൾ കൂടുതൽ കഴിയും. കാരണം ഞാനൊരു കഥകളി വിദ്യാർത്ഥിയായിട്ട് വാഴയങ്കട കുഞ്ചനാരാശാൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള കലാമണ്ഡലം CR രാമൻ നമ്പൂരിയുടെ കൂട്ടത്തിൽ 83 മുതൽ ഒരു 6-7 വർഷം കൃത്യമായി കഥകളി ഒരു കളരിയിൽ അഭ്യസിച്ച ആളാണ് ഞാൻ. അപ്പോൾ വർഷകാലത്ത് കർക്കിടക തുടങ്ങിയാൽ ചിങ്ങം വരെ ഒരു 2.5 മാസം 3 മാസ കാലഘട്ടം, കർക്കിടകം തുടങ്ങുമ്പോൾ മുതൽ ചിങ്ങം കഴിയുന്നത് വരെയുള്ള 3 മാസക്കാലം എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റ് ഇതേപോലെ കച്ച കെട്ടി, നൂല് ബന്ധമില്ലാതെ, ഈ കച്ച മാത്രമേ ഉള്ളൂ, നമ്മൾ കച്ച കെട്ടി ദേഹത്തെല്ലാം എണ്ണ തേച്ച് ചവിട്ടി തിരുമ്മി, ഇതൊക്കെ കഥകളിയുമായി ബന്ധപ്പെട്ട കടലിപ്പേറ്റും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ ആയുർവേദം മലയാളത്തിൻ്റെതാണെന്നുള്ള പറയാ. നമ്മളിതിൻ്റെയൊക്കെ കൂടെയാണ്. പക്ഷെ നമുക്ക് നഗ്നത എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായ തോന്നല്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്പായെ കുറിച്ചിട്ടുള്ള, എന്താണ് സ്പാ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പാ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കാർക്കും അറിയില്ല. നമ്മൾ അറിയാതെ കമൻ്റ് അടിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ധാരാളം തിയേറ്ററുകളിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്. ഷൈനും ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, മറ്റ് സിനിമകൾക്കും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിന് പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ജനം ഇതിനെ എടുക്കുന്നത് എന്നുള്ളത് മറ്റു സിനിമകളിലും ഇതിനെ ടോട്ടലി ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായും സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കണം എന്നുള്ളതായിരുന്നു സംവിധായകന്റെ സിനിമ ഉണ്ടാക്കിയ ഷൈൻ്റെ ആഗ്രഹം. കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കൾച്ചറൽ ഷോക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അതായത് സ്പാ എന്നൊരു സിനിമയിലൂടെ
മറ്റ് സിനിമകളിലൊക്കെ പണിയെടുക്കണ്ടെങ്കിൽ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു, ശ്ലോകത്തിൽ പറഞ്ഞാൽ സ്പായ് എന്ന സിനിമയിലൂടെ അങ്ങനെ ഒരു കൾച്ചറൽ ഷോക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു സന്തോഷം, അഭിമാനമൊക്കെ ഇപ്പോൾ തോന്നുന്നത്. ഈ ഇപ്പോൾ പക്ഷേ നമ്മുടെ ഈ ജനറേഷൻ്റെ മാറ്റം കൊണ്ടാണോ അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി, ഇപ്പോൾ എൻ്റെ ജനറേഷനും സേറിൻ്റെ ജനറേഷനും ഈ ഒരു കാണാൻ ഭംഗിയുള്ള, അതായത് ആരോഗ്യത്തിലൂടെ ഗാത്രനൊക്കെ ആയിട്ട് ഒരാളെ നോക്കിയിട്ട് നീ ഭയങ്കര സെക്സി ആയിട്ടുണ്ടടാ അല്ലെങ്കിൽ ഉണ്ടടി എന്ന് പറയാനുള്ളൊരു ആർജവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6 പാക്ക് കാണിച്ചൊരു പയ്യൻ നിൽക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ലുക്കിംഗ് ലൈക്ക് എ സ്നാക്ക് എന്നൊക്കെ കുട്ടി അടിയിൽ ചിലപ്പോൾ കമൻറ്റ് ഇടും. അത് ഭയങ്കരമായിട്ട് അതിനെ ആഘോഷിക്കുകയും അല്ലെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് അവർ എടുക്കുകയും ചെയ്യും. ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി ആ കാര്യങ്ങളിൽ ഓപ്പണും ട്രാൻസ്പാരൻറ്റും അങ്ങനെ തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തും അതുണ്ട്, എല്ലാ കാലത്തും ഉണ്ടല്ലോ. അതിന്റെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണല്ലോ. നമ്മൾ അജന്തയിലും എല്ലോറയിലും ഖജുരാഹയിലും പോയാൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മളുടെ നാട്ടിൽ തന്നെ മലയാളികൾക്ക് തന്നെ മണിപ്രവാള കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള കവിതകളൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ വേണ്ട ഈ അടുത്ത കാലത്ത് തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കവികളെയോ അല്ലെങ്കിൽ സിനിമ ഗാന രചയിതാക്കളെയോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ അവരൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് പല രീതിയിൽ നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇത് വെൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് പുറത്തേക്ക് വിടണമെന്ന് ഞാൻ പറയണം. അങ്ങനെ പുറത്തേക്ക് പോവാത്തത് കൊണ്ടാണ് മറ്റു പല പ്രശ്നങ്ങളിലൂടെ ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ അല്ലാതെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം കുട്ടികൾ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ്. അതിനൊരു വേ ഓഫ് എക്സ്പ്രഷൻ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഇത്രയും ഉണ്ട്, സോഷ്യൽ മീഡിയ ഇത്രയും എക്സ്പോസ്ഡ് ആണ്, എല്ലാവരുടെയും ഫിംഗർ ടിപ്പിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതുകൂടി അറിഞ്ഞ് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇതിനൊരു വരമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ചിലയിടത്ത് ചിലത് എന്ന് പറയുന്നത് അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യത്യാസം. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനുള്ള ഈ ഒരു പകുത്തറിവ് എന്നൊക്കെ പറയുന്നത്, തിരിച്ചറിവ് എന്ന സാധനം അതുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സഭ്യതയുടെ ഒരു അതിർവരം അതുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം കുട്ടികൾ അങ്ങനെ എഴുതുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആ എഴുത്ത് മാത്രമായതിനെ കാണാതിരിക്കുക. അത് ആരെഴുതിയെന്നും എവിടെ നിന്ന് എഴുതിയെന്നും ഏത് മൂഡിൽ എഴുതിയെന്നും ആ കുട്ടിക്ക് എത്ര പ്രായമായി എന്നൊക്കെ പറയുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ആ എഴുത്ത് മാത്രമായിട്ട് അതിനെ കാണുമ്പോഴാണത് ചിലപ്പോൾ പക്ഷേ. പിന്നെ ഞാൻ എൻ്റെ പ്രായമൊക്കെ ഉണ്ട്, വായിക്കുന്ന ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പല ആഘോഷങ്ങൾക്കും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ കല്യാണത്തിനൊക്കെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം കാണുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അയ്യോ ഇത് എന്തൊരു ഓവറാണെന്ന്. പക്ഷേ കുട്ടിക്കാലത്ത് നമ്മളിത് ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടാടിയിരുന്ന ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പം ഇത് പ്രധാനമായും നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് എത്രമാത്രം സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ഇത് ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ അത്ര കണ്ട് ഇത് പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് മാക്സിമം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാം നമുക്ക്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഇരുട്ടിൽ അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ നമ്മളെ, അത് മറിഞ്ഞു കിടക്കുന്നതിന് ഒന്ന് തുറന്നു നോക്കാനുള്ള അത് മനുഷ്യന്റെ ബേസിക് സംഭവമാണ്. അതെ അതെ ഒരു എന്താ പറയണ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതിന് നല്ല പീപ്പിംഗ് നല്ല വാക്കാണ്. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടെന്നേ. നമ്മൾ ഏത് എപ്പിക്സ് എടുത്ത് നോക്കിക്കോളൂ, ഏത് സൃഷ്ടി എടുത്ത് നോക്കിക്കോളൂ, ഏത് ക്രിയേറ്റീവ് പരിപാടി എടുത്ത് നോക്കിക്കോളൂ, അതിലൊക്കെ ഇതെല്ലാം ഉണ്ട്.